പിന്നെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇവിടെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ മുജീബൊക്കെ നന്നായിട്ട് എഴുതുന്ന ആളാണ്, പുസ്തകം ഇറക്കിയ ആളാണ്. അങ്ങനെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ നല്ല എഴുത്തുകാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ എനിക്ക് സംസാരിക്കുന്നതിൽ ചില പ്രയാസങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ 2-3 ആളുകൾ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം വായനയെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വായിച്ച ഒരു കഥ ഏതാണെന്ന് പറയാം? അവസാനം വായിച്ച കഥ നോവൽ. ഓക്കെ, കഥ അവസാനം വായിച്ചൊരു കഥ അതേതാണ്? നോവലാണ്. ആ നോവലിന് മുമ്പ് വായിച്ചൊരു കഥ ഉണ്ടാവില്ലേ? ഇല്ല, ലാസ്റ്റ് കഥ വായിച്ചില്ലാരും? ആരെഴുതിയതാ? രചികാന്തിന്റെ കഥ. ഓക്കെ, വെരി ഗുഡ്. ലാസ്റ്റ് വായിച്ച കഥ. ഓക്കെ, ലാസ്റ്റ് വായിച്ച നോവലേതാ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം? ഖദീജ. ഓക്കെ, പിന്നേതാ? ആത്രേയകം. ആ, ഓക്കെ. പിന്നെ റാം കെയർ ഓഫ് ആനന്ദി. പിന്നെ ഓക്കെ, പിന്നെ കേട്ടില്ല. ഓർഡിനറി. ഓക്കെ, പിന്നെ ഓക്കെ ഓക്കെ സിൻ. പിന്നെ ഓക്കെ, അതെന്താണോ നമ്മുടെ വായനയുടെ ഒരു തലം എവിടെയെന്ന് നമുക്ക് മനസ്സിലായില്ല. നമുക്ക് അതിനനുസരിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത് ഒരു എഴുത്തുകാരനെ എഴുതാൻ ശരിക്കും വായിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരാൾക്ക് എഴുത്തുകാരനാവാൻ വായന ആവശ്യം ഉണ്ട് തോന്നുന്നില്ല. കാരണം അയാൾക്ക് അനുഭവങ്ങളും എഴുതാനുള്ള ഭാവനയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വായനയില്ലാത്ത മനുഷ്യന്മാർ കഥയും നോവലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ എഴുത്തിനെ കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യത്തെ കുറച്ചുകൂടി ഹൃദ്യമായിട്ട് ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ അതിനൊരു ഭാഷ നമ്മൾ സ്വയം രൂപപ്പെടുത്തേണ്ടതുണ്ട്. ആ ഭാഷ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വായന നിർബന്ധമാണ്. ഞാനതുകൊണ്ട് ചോദിച്ചാൽ എവിടെ നിന്നാണ് നമ്മൾ എഴുത്ത് എന്ന് പറയുന്നതിൻ്റെ മുന്നേ നമ്മൾ പറയേണ്ടതാണ് വായന എന്നുള്ളത്. വായനയിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിവിടെ ഇതിന് ടൈറ്റിൽ കൊടുത്തത് കഥ പറയുമ്പോൾ എന്നാണ്. ശരിക്കും ഞാൻ കഥയുമായി ബന്ധപ്പെടുത്തിയിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. കവിതയെക്കുറിച്ച് ശൈലം സംസാരിക്കും. സത്യത്തിൽ ഇപ്പോൾ കഥയ്ക്ക് പിന്നെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോവലിന് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഥയും കവിതയൊക്കെ ഒരേ അവസ്ഥയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കവിതയ്ക്ക് കവിതാ പുസ്തകങ്ങൾ കുറേ ഇറങ്ങുന്നുണ്ട്, കുറേ കവികളുണ്ട്. പക്ഷേ കവിതയുടെ വായന വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കഥ ആ സമയത്തും കഥ നന്നായിട്ട് വായിക്കപ്പെട്ടിരുന്നു. നല്ല കഥകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആളുടെ ഈ വായനയുടെ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വായനയുടെ രീതിയെ ഇപ്പോൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചപ്പോൾ കുറേ ആളുകൾ പറഞ്ഞ പുസ്തകം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായ പുസ്തകമാണ്. അല്ലാതെ നമ്മൾ എന്തുകൊണ്ട് ആ പുസ്തകം വായിച്ചു എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് വേറെ ഉത്തരമില്ല. കാരണം എന്താ, ഇത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആ പുസ്തകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ആ പുസ്തകത്തെക്കുറിച്ച് റീൽസ് വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ വായിച്ചു എന്നുള്ളതാണ്. ചില ആളുകൾ ഇങ്ങനെ ട്രെൻഡാവുന്ന പുസ്തകം മാത്രം വായിക്കുന്ന ആൾക്കാരുണ്ട്. ഒരേ ട്രെൻഡായ പുസ്തകം വായിച്ച് അടുത്തത് ഏതാ ട്രെൻഡാവുമ്പോൾ നോക്കിയിരിക്കുക, അടുത്തത് വായിക്കുക. ശരിക്കും ഈ വായനയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാരൻ ഒരു കഥാകാരൻ എന്തിനു വേണ്ടി കഥ പറയുന്നു, ആർക്ക് വേണ്ടി കഥ പറയുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഇപ്പോൾ നമുക്കറിയാം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥ നമ്മളിപ്പോഴും വായിക്കുന്നുണ്ട്. പക്ഷെ ബഷീറിൻ്റെ കൂടെ എഴുതിയ ഒരുപാട് എഴുത്തുകാരുണ്ട്. അവരുടെ രചനകൾ നമ്മൾ അതേ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്കിന്ന് വായിക്കാൻ പറ്റില്ല. MTയുടെ കൃതികൾ പോലും പലതും നമുക്കിന്ന് ഈ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഇന്ന് വായിക്കാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ ഒരു സാഹചര്യം മാറിയിട്ടുണ്ട്. ഇപ്പോൾ കാലം വളരെ സ്പീഡായിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളൊരു 10 കൊല്ലം കൊണ്ടുണ്ടായ മാറ്റം
ഇപ്പോൾ ഒരു കൊല്ലം കൊണ്ടോ 6 മാസം കൊണ്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സാങ്കേതികമായിട്ടുള്ള അറിവിൽ മാറ്റം വന്നുകൊണ്ട് വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങളാണ്. അപ്പം നമ്മളൊരു കഥ പറയാനുള്ളൊരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു വിഷയം തിരഞ്ഞെടുത്ത് ഒരു 10 വർഷം, കുറച്ച് മുമ്പാണെങ്കിൽ നമുക്കൊരു 10 വർഷത്തേക്ക് നമുക്ക് ആ കഥ ചിലപ്പോൾ നിലനിൽക്കുമെന്ന് പറയും. ഇപ്പോൾ വളരെ വേഗതയിൽ ആണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ മുതൽ ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിൻ്റെ ഒരു പ്രശ്നം തരുമോ? എന്താ? അതല്ല ഞാൻ ചോദിക്കണതല്ല. ട്രെൻഡ് എന്ന് പറയുന്നത് ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഓരോ സമയത്ത് ഓരോ ട്രെൻഡായിരിക്കും. ആ ട്രെൻഡ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ട്രെൻഡ് അപ്പോൾ എല്ലാവരും ആ ഡ്രസ്സായിരിക്കും ഉണ്ടാവുക. അതെ. അപ്പം നമ്മൾ ഒരു ഡ്രസ്സ് ട്രെൻഡായി കഴിഞ്ഞാൽ ആ ടൈപ്പിലായി എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പുസ്തകം ട്രെൻഡായി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്ന പുസ്തകങ്ങൾക്ക് ഏകദേശം അതേ ഒരു അത് കഴിയുമ്പോൾ ആളുകൾക്ക് ഇത് വായിച്ചു മടുക്കും. അപ്പോൾ പിന്നെ വേറൊരു ട്രെൻഡ് വരും. അപ്പോൾ ഈ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് എഴുത്തുകാരൻ അയാളുടെ രചന മാറ്റേണ്ട ഒരവസ്ഥ ഉണ്ട്. ശരിക്ക് എഴുത്തുകാരൻ, വായനക്കാരൻ ട്രെൻഡിൻ്റെ പിന്നാലെ പോയാലും എഴുത്തുകാരൻ ട്രെൻഡിൻ്റെ പിന്നാലെ പോകരുത്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തിനു വേണ്ടി എഴുതുന്നു, ആർക്ക് വേണ്ടി എഴുതുന്നു എന്നുള്ളത് വലിയ വിഷയമാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഒരു കഥ? ഇപ്പം നിങ്ങളിവിടെ ക്യാമ്പിൽ വന്നു. ഈ ക്യാമ്പിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ലക്ഷ്യം എന്താ? ഈ ക്യാമ്പിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പുണ്ട്, ആ ക്യാമ്പ് പങ്കെടുക്കണം. ആ പങ്കെടുക്കണം എന്ന് തോന്നാനൊരു കാരണം ഉണ്ടാവുമല്ലോ. അതെന്താ? ഒരു കാരണമല്ല, വെറുതെ പോന്നാണോ? ഒന്ന് പോയി വെക്കാം, എന്താ ഇപ്പോൾ അവിടെ നടക്കുന്നത് നോക്കാൻ വേണ്ടി അങ്ങനെ ഒന്നാണോ? അത് പോരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും. ഈ ക്യാമ്പിൽ വരുമ്പോൾ എന്താണ് ആ ആഗ്രഹം? ഞാനിപ്പോ ഈ മേഖലയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയ ക്യാമ്പുകള്, മത ക്യാമ്പുകള്, മറ്റ് സ്റ്റുഡൻസ് ക്യാമ്പുകളൊക്കെ പോയിട്ട് അതൊക്കെ നമുക്ക് തന്നെ അറിയാം. ഇന്ന് ചെന്നാൽ ഇന്നതാണ്. ഇതിപ്പോ ഒരു സാഹിത്യകാരന്മാരുടെ അല്ലെങ്കിൽ കഥാകാരന്മാരുടെ കൂട്ടായ്മയിൽ എങ്ങനെയായിരിക്കും അവരുടെ ഒരു പ്രഭാഷണം, അവരുടെ ആ ചർച്ച, അതറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അതുകൊണ്ട് വന്നു. അങ്ങനെയാണ് വന്നത്. പിന്നെ കൂടുതൽ നമ്മൾ ടീച്ചറും കൂടി പങ്കെടുക്കുന്നു വന്നപ്പോൾ ഒന്നും കൂടി ഒരു ഇതല്ലേ, അങ്ങനെ വന്നു. ആ ഒരു ഉദ്ദേശം. ശരിക്കും ഈ ക്യാമ്പിലെ സ്റ്റാർ അജിത് ടീച്ചറാണ്. ഓക്കെ. അല്ല, അജിത് ടീച്ചർ അങ്ങനെ നമ്മൾ അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ട ഒരു എഴുത്തുകാരിയാണ്. വളരെ സ്നേഹപൂർവ്വം ഞാനൊക്കെ എഴുതി തുടങ്ങുന്ന കാലം മുതൽ നമ്മൾ വായിക്കുകയും നമ്മുടെ എഴുത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും നമ്മളെ തിരുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള എഴുത്തുകാരിയാണ്. അപ്പോൾ അജിത് ടീച്ചർ ഇവിടെ ഉണ്ടാവുക എന്നുള്ളതും അജിത് ടീച്ചറെ പഠിപ്പിച്ച ആളുകൾ വന്ന് അജിത് ടീച്ചറെ പറ്റി പറയാന്നുള്ളതും നമ്മുടെ കൂടി അഭിമാനമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മളൊരു കൂടെ ഉള്ള ഒരാളെ കുറിച്ച് ആ ഒരു സ്നേഹം അത് നമ്മൾ കൂടി അനുഭവിച്ചതാണ് അജിത് ടീച്ചറുടെ ആ ഒരു സ്നേഹവാത്സല്യം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ക്യാമ്പിലേക്ക് വരാൻ എന്താണെന്നല്ലോ, ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് ഈ ക്യാമ്പിലേക്ക് വരാൻ. ഒന്ന്, നമ്മൾ സുഹൃത്തുക്കൾ പോകുന്ന ഈ സുഹൃത്തുക്കളെ കൂടെ വരും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാമ്പുണ്ട്, ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്, എൻ്റെ എഴുത്ത് ഒന്നുകൂടി മെച്ചപ്പെടാനുണ്ട് എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ക്യാമ്പിന് വരുന്ന ആളുകളുണ്ട്. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പം എൻ്റെ എഴുത്ത് ഒന്നുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട് എന്നൊരു തോന്നലിൽ ക്യാമ്പിന് വരുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വെറുതെ ആരും വീട്ടിലിരിക്കല്ലേ, നമുക്കൊന്ന് വൈബാക്കാം, ഒന്ന് പോയി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ പല രീതിയിലായിരിക്കും ഇവിടെ വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മളെ ഇപ്പോൾ ഇരിക്കുന്ന ആളുകളിൽ കൂടുതൽ പേരും വന്നിട്ടുള്ളത് ഈ എഴുത്തിനെ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാൻ എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടി വന്ന ആളുകളാണ് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു ബോധ്യം നമ്മുടെ എഴുത്തിന് ഒന്നുകൂടി മെച്ചപ്പെടാനുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മെച്ചപ്പെടാൻ പറ്റും. അല്ല, ഞാൻ എൻ്റെ എഴുത്തൊക്കെ വളരെ ഗംഭീരമാണ്, ഇനി ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും സംഭവിക്കാനില്ല, ഞാൻ എഴുതുന്നതൊക്കെ വലിയ സംഭവമാണെന്ന് നമുക്ക് തന്നെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ആ എഴുത്ത് ഇങ്ങനെ അതിൻ്റെ ശേഷി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സ്വയം നവീകരിക്കുക എന്നൊരു സംഗതിയുണ്ട്. ഒരു എഴുത്തുകാരൻ ഏത് സർഗാത്മക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളും അത് സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കണം. ആ നവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പിനെ കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത്
നിങ്ങളുടെ എഴുത്ത് എങ്ങനെയാണ് നന്നാക്കാന്ന് പറയാൻ എനിക്കറിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എഴുത്ത്, കാരണം ഞാനും നിങ്ങളും നിൽക്കുന്ന രണ്ട് സ്ഥലത്താണ്. ഞാനും നിങ്ങളും നിൽക്കുന്നത് രണ്ട് അനുഭവ പരിസരത്താണ്. ഞാൻ നിങ്ങൾ നിൽക്കുന്നത് രണ്ട് വായനാ പരിസരത്താണ്. അപ്പം ഞാൻ എൻ്റെ അനുഭവവും എൻ്റെ വായനയും എൻ്റെ കാഴ്ചപ്പാടും വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് എഴുതേണ്ടതെന്നുണ്ട് നമുക്കൊരു നിയമം നമുക്കൊന്ന് പാസ്സാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഒരു തിയറി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതാണ് ഈ കലാപ്രവർത്തനത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ പലതരം എഴുത്തുകൾ നമ്മൾ ഉണ്ടാകുന്നുണ്ട്, പലതരം എഴുത്തുകളുണ്ട്. ആ എഴുത്തുകൾക്കൊക്കെ ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇടം എവിടെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മുടെ സ്പേസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ സ്പേസിൽ നിന്നിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ഇതിപ്പോൾ എന്താ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മളെവിടെ നിൽക്കുന്നത് നമുക്ക് ബോധ്യമില്ലാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ട്രെൻഡിന് പിന്നാലെ പോകുന്നത്. ഒരു ബുക്ക് ഹിറ്റായി കഴിഞ്ഞാൽ നമ്മൾ ആ ബുക്ക് വായിക്കുക, അതുപോലൊരു പുസ്തകം നമ്മൾ എഴുതാൻ പറ്റി നോക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളൊരു പുസ്തകം ഇറക്കിയിട്ട് അത് ട്രെൻഡാക്കാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്കൊക്കെ സാധിക്കും. അതിനാദ്യം എന്ത് വേണം? നമുക്ക് എഴുത്തിലെ ആത്മാർത്ഥത വേണം, സത്യസന്ധത വേണം, നമുക്ക് നമ്മെക്കുറിച്ചൊരു ആത്മവിശ്വാസം വേണം. നമ്മൾ സാധാരണ നമ്മളിങ്ങനെ പരിപാടി നടക്കുമ്പോഴേ ഒരു ഗാനമേള അല്ലെങ്കിൽ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടിയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ മിമിക്രിയായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടിയാണെന്ന് വിചാരിക്കും. ഇവിടെ വന്നിട്ട് ഇവിടെ പാട്ട് പാടാൻ അവസരമുണ്ട്. ആരാ വരികയെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യന്മാരും ഒന്ന് പാട്ടോടും, തിരക്കേ കൂടെ. കാരണം അവരെല്ലാവരും ഗായകരാകുന്ന അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ട്, അവരെവിടെ പോയിട്ടും പോകണം. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എവിടെ സ്പേസിൽ ചെല്ലും അവിടെ നൊയഞ്ഞു കയറിയിട്ട് മിമിക്രി അവതരിപ്പിക്കാൻ നോക്കും. സ്റ്റേജിൻ്റെ പുറത്ത് വന്ന് നിൽക്കും, മണിക്കൂർ കണക്കിന് സമയം അവിടെ വന്ന് നിൽക്കും. നമുക്കിവിടെ ഒരു കവിയോട് കവിത അവതരിപ്പിക്കാൻ അയാൾക്ക് എന്താണ് എൻ്റെ കവിത ഇപ്പോൾ അവതരിപ്പിക്കാൻ ശരിയാവുമോ? എന്നിട്ട് വന്നിട്ടോ ഞാൻ ചെറുതായിട്ടൊക്കെ കവിത എഴുതും, ഞാൻ ചെറുതായിട്ടൊക്കെ കഥ എഴുതും അല്ലേ. ഇപ്പം നമ്മളിവിടെ വന്ന് പരിചയപ്പെടുത്താൻ പറയുമ്പോഴും നമ്മൾ ഇറക്കിയ പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല, നമ്മൾ എഴുതിയ കഥകളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നില്ല, നമ്മുടെ കവിതയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ശരിക്കും നമ്മൾ ആദ്യം നമ്മുടെ രചനയെ കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം, അത് നമ്മൾ തന്നെ പറയും വേണം. നിങ്ങൾക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരത്തിൽ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കണം. നിങ്ങൾ ഈ പുസ്തകം ഇറക്കി ഞാൻ ഇന്ന ഒരു പുസ്തകമുണ്ട് എന്ന് നമുക്ക് പറയുന്നതിൽ അത് അഭിമാനമായിട്ട് നമ്മൾ കാണണം. അതിലൊരു കുറച്ചിലും നമുക്ക് വേണ്ട. അങ്ങനെ കുറച്ചിൽ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം എന്താ, നമുക്കെന്തോ നമ്മുടെ എഴുത്തിനെന്തോ പരിമിതി ഉണ്ട്. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, നമുക്കിത് നന്നാക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. രണ്ട്, നമ്മളെ പിന്നോട്ട് വലിക്കാനുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ പിന്നോട്ട് വലിക്കുന്ന രീതിയിലാവാതെ നമ്മളെ സ്വയം നവീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു നമ്മളിൽ നിന്ന് തുടങ്ങണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണമൊക്കെ എന്താ പറയുക, വിദൂര സ്ഥലങ്ങളിലേക്കാണ്. നമുക്കൊരു കഥ നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ ആ കഥയ്ക്കുള്ള പരിസരം നമ്മൾ രൂപപ്പെടുത്തുന്നത് എവിടുന്നാണ്? നമുക്കൊരു പരിചയമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് യാതൊരു എന്താണ് സത്യസന്ധതയും പുലർത്താൻ പറ്റാത്ത കഥാപരിസരമോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളൊക്കെ. ശരിക്കും നമ്മളൊരു കഥ എഴുതുമ്പോൾ ആ കഥയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ആദ്യം ധാരണ വേണം. ആ ധാരണ, അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ കഥയിൽ ആ സംഭവം കൃത്യമായിട്ട് വിവരിച്ചിട്ടില്ലെങ്കിലും ആ സംഭവത്തിൻ്റെ ചില സൂചനകൾ കൊടുത്തിട്ട് നമുക്ക് ആ കഥയെ കുറച്ചും കൂടി ഒരു വിശാലമായ വായനയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഏറ്റവും ലളിതമായൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ട് പറയാം. നമുക്ക് എമ്പുരാൻ സിനിമ ഇറങ്ങി. എമ്പുരാൻ സിനിമയിൽ ഗുജറാത്ത് കലാപമല്ല സിനിമ, പക്ഷേ ഗുജറാത്ത് കലാപത്തിൻ്റെ ചില സംഗതികൾ അതിൽ കാണിച്ചപ്പോൾ ആളുകൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും അതിനെക്കുറിച്ച് സംവാദത്തിൽ ഏർപ്പെടാനൊക്കെ അതിന് നിമിത്തമായി. അപ്പോൾ ആ സിനിമ എടുക്കുന്ന ആൾക്ക് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെ സിനിമ എടുക്കാൻ പറ്റുള്ളൂ. ശരി, ഗുജറാത്ത് കലാപം മുഴുവനായിട്ട് അവിടെ കാണിക്കുന്നില്ല. ഗുജറാത്ത് കലാപത്തിൻ്റെ മുഴുവൻ കഥയും ആ സിനിമ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട സിനിമയല്ല. പക്ഷെ അതിന് ഈ ഒരു സാധനയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാവണം.
അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാവും. അങ്ങനെ ഒരാൾക്ക് അതിലേക്ക് അത് ആ വിഷയം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം ചില പിന്നെ ഞാൻ സിനിമ എന്ന് പറയുന്നത് നമ്മൾ വായനയുടെ തലം വായനയുടെ ഇത് കുറഞ്ഞ് നമ്മളിപ്പോൾ കുറച്ചും കൂടി വായനയേക്കാൾ കൂടുതൽ സിനിമയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുസ്തകങ്ങൾ നമ്മൾ ചിലപ്പോൾ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് പുസ്തകങ്ങൾ വിറ്റ് പോകുന്നുണ്ട്. പക്ഷേ ഈ വിറ്റ് പോകുന്ന പുസ്തകങ്ങളിൽ നമ്മൾ വളരെ കുറഞ്ഞ് വായിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ട്രെൻഡ് എന്ന് പറയുന്നത് ആ പുസ്തകം വായിച്ചിട്ടല്ല ആളുകൾ റീൽസ് ചെയ്യുന്നത്. കാരണം ആ റീൽസ് ചെയ്യാനുള്ള സംഗതി എന്താണെന്നുള്ളത് ആദ്യം തന്നെ മുൻകൂട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വോയിസ് ഓവർ ഉണ്ടാവും, ഒരു വോയിസ് ഉണ്ടാവും. ആ വോയിസ് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിലുള്ള കുറച്ച് പോയിന്റുകൾ വരച്ചിട്ട് നമുക്ക് കിട്ടും. ആ അടിവരട്ട സാധനം ഇങ്ങനെ കാണിച്ചിട്ട് നമുക്ക് റീൽസ് ചെയ്യാൻ പറ്റും. പുസ്തകം മുഴുവൻ വായിക്കണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഇത്തരം പുസ്തകങ്ങൾ കൂടുതൽ വിറ്റുള്ളൂ. ഒരാൾ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും ഈ പുസ്തകം വാങ്ങരുതെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് എഴുതുകയാണെങ്കിലും ആ എഴുതുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ ബോധ്യമാണ്. അല്ലെങ്കിൽ ആ കഥയിൽ അബദ്ധങ്ങൾ വരും. കാരണം ഇതിനെക്കുറിച്ച് നമ്മുടെ വായനക്കാരെ കുറിച്ച് നമുക്കൊരു ഒരു ഇത് വേണം. കാരണം വായനക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ വരുന്ന കുട്ടികളെ കുറിച്ച് ഈ അധ്യാപകർക്കുള്ളൊരു മുൻവിധിയുണ്ട്. സ്കൂളിൽ വരുന്ന കുട്ടികളെ കുറിച്ച് ഈ കുട്ടികളൊക്കെ ഒരറിവില്ലാത്ത ആൾക്കാരാണ്. കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. പക്ഷേ ഈ കുട്ടികൾ അതിനു മുമ്പ് തന്നെ ഒരുപാട് അറിവുകൾ നേടിയിട്ടാണ് സ്കൂൾക്ക് വരിക. അവരെ വീട്ടിൽ നിന്ന് കിട്ടുന്ന, അവർ പുറത്തുനിന്ന് കിട്ടുന്ന, അവരുടെ സാമൂഹിക ജീവിതത്തിൽ അവരുടെ മറ്റ് ഇടപെടലുകളിലൂടെ അവർക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നു. ആ അറിവുകൾ ഇവിടെ വന്നിട്ട് പിന്നെയാണ് ഈ അധ്യാപകൻ ഇവരെ പഠിപ്പിക്കുക. ഈ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ശരിക്കും ആ കുട്ടിയുടെ മുന്നറിവുകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നാണ് പറയാം. അധ്യാപകർക്ക് പലപ്പോഴും അതേപോലെ എഴുത്തുകാരനൊരു ബോധ്യമാണ്. കാരണം എൻ്റെ വായനക്കാരൻ എന്നെക്കാൾ വിവരമുള്ള ആളാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ധാരണ ഉള്ള ആളാണ്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിൽ വായനക്കാരന് ആ കഥ ആ രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ എഴുത്തുകാർ എന്നുള്ളവർക്ക് നമ്മൾ ചെയ്യേണ്ടത് വായനക്കാരേക്കാൾ വലുതാവുന്നതാണ്. വലിയ എഴുത്തുകാരനാവുക എന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ വായനക്കാരനേക്കാൾ നമ്മൾ വലുതാവും. കാരണം വായനക്കാരനേക്കാൾ നമുക്ക് ഈ വിഷയത്തിൽ ബോധ്യം അറിവും വേണം. ഈ വായനക്കാരനേക്കാൾ നമുക്ക് ആ വിഷയത്തിൽ അനുഭവം വേണം. എങ്കിലേ നമ്മൾ പറയുന്ന ആ കാര്യം അതേ ആഴത്തിൽ, അതേ അർത്ഥത്തിൽ, അതേ തീവ്രതയോട് കൂടിയിട്ട് വായനക്കാരന് ഉൾക്കൊള്ളാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ വളരെ വലിയ സംഭവമായിട്ട് എഴുതുന്ന സംഗതികൾ വായിച്ചിട്ട് ആൾക്കാർ ഇതെന്താ എഴുതിയിട്ടുണ്ട്. കാരണം എന്താ, അത് നമ്മുടെ പരിമിതി, നമ്മുടെ അറിവിൻ്റെ പരിമിതിയിൽ കാണും, നമ്മുടെ വായനയുടെ പരിമിതിയിൽ കാണും, നമ്മുടെ അനുഭവങ്ങളുടെ, കാഴ്ചയുടെ, നമ്മുടെ ചിന്തയുടെ ഒക്കെ പരിമിതി നമ്മുടെ രചനകളിൽ കാണും. അപ്പോൾ അത് നമ്മുടെ രചന നന്നാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അനുഭവ ലോകം വിശാലാക്കണം. അനുഭവ ലോകം വിശാലാക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് വായന തന്നെയാണ്. വിപുലമായ വായന, നമുക്ക് എല്ലാത്തരം പുസ്തകങ്ങളും നമുക്ക് വായിക്കാം. വായിച്ചിട്ട് നമ്മുടെ അറിവും നമ്മുടെ ബോധ്യമൊക്കെ നമ്മൾ വിശാലാക്കാൻ നമ്മുടെ എഴുത്തിനത് സ്വാധീനിക്കണം. നമ്മുടെ ഉള്ളിൽ കുറേ കഥകളുണ്ട്. അവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ കയ്യിലേക്ക് ഒരുപാട് കഥകളുണ്ട്. നമ്മുടെ മനസ്സിൽ കഥയാക്കാം, നോവലാക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അത് എങ്ങനെ ഒരു കഥയാക്കി മാറ്റാം എന്നുള്ളതിനാണ് നമ്മുടെ പ്രശ്നം. അല്ലെങ്കിൽ അതൊരു നോവലാക്കി ഞാൻ എഴുതിയിട്ടൊന്നും പോകുന്നില്ല. ഞാൻ ആ കഥ ഞാൻ കുറേ ദിവസം എൻ്റെ മനസ്സിലുള്ളൊരു കഥയാണ്, പക്ഷെ എനിക്കത് എഴുതാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊരു കഥ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു 10 കഥ വായിക്കണം. നിങ്ങളൊരു 10 കഥ വായിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണോ മുക്കി നിൽക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എനിക്ക് കഥ എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടം നേരിടുമ്പോൾ ഞാൻ കുറേ കഥകൾ വായിക്കും. കുറേ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കഥ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ എനിക്ക് പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെക്കാവുമ്പോൾ നമ്മൾ വായനയിലേക്ക് പോകണമെന്ന് എനിക്ക് പറയാം. എനിക്ക് ഈ എഴുത്തുകാർ കഥ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യവും അവസാനവും പറയാൻ പറ്റിയ ഉദാഹരണം നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറാണ്. എൻ്റെ അനുഭവത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ, നിങ്ങൾ അറിയാം, വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് കഥയാക്കിയെന്ന് പറയും. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ അനുഭവം പോലെയാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ അത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളല്ല. കാരണം അനുഭവങ്ങൾ എഴുതി വെക്കാൻ നമ്മളതിനെന്താ പറയുക, അനുഭവക്കുറിപ്പ് എന്ന് പറയുക, അല്ലെങ്കിൽ ജീവചരിത്രം എന്ന് പറയുക, അല്ലെങ്കിൽ ആത്മകഥ എന്ന് പറയുക. പക്ഷെ ഇത് നോവലും കഥയാണ്.
അതിന് നമ്മൾ ഈ പിന്നെ ഒരു വൈക്കം ബഷീറിൻ്റെ ഒരു കഥ അല്ലേ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞൊരു കഥ ഉണ്ട്. ഒരു മനുഷ്യൻ അത് വായിച്ചില്ലേ? ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ കഥ വായിച്ചില്ലേ അല്ലേ? വൈക്കം ബഷീർ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അയാൾ അല്ലേ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ജീവിക്കുന്നത്. ചെറിയ കൂലിക്കാണ് അവിടെ നിൽക്കുന്നത്. അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ വൈകുന്നേരം വരെ കിടന്നുറങ്ങും, രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണം ലാഭിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഹോട്ടലിൽ കയറിയപ്പോൾ അയാൾ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ അയാളുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാഷ്യർ പൈസ കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എൻ്റെ പൈസ പോക്കറ്റ് അടിച്ചു പോയി, ഞാൻ പൈസ ആയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ഇയാളത് സമ്മതിക്കുന്നില്ല. അപ്പോൾ ബഷീർ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ കോട്ട് ഞാൻ ഇവിടെ അയച്ചു വെക്കാം, ഞാൻ വന്നിട്ട് പൈസ ആയിട്ട് വന്നിട്ട് തന്നാൽ മതി, എൻ്റെ വാച്ച് ഞാൻ ഇവിടെ അയച്ചു വെക്കാം. പക്ഷെ ഇവരത് സമ്മതിക്കുന്നില്ല. അവസാനം ഇവർ ബഷീറിനെ കൊണ്ട് ബഷീറിൻ്റെ ഡ്രസ്സ് അയപ്പിക്കുന്നുണ്ട്. ബഷീറിനോട് പറഞ്ഞു കോട്ട് അയക്കാൻ പറഞ്ഞു, ഷർട്ട് അയക്കാൻ പറഞ്ഞു, പാൻറ് അയക്കാൻ പറഞ്ഞു, ട്രൗസറിനെ മാത്രം നിർത്തി. ബഷീറിനോട് പറഞ്ഞു ട്രൗസർ അയക്കണം അല്ലേ, പൂർണ്ണ നെക്കിനായിട്ട് പിന്നെ അങ്ങാടിയിൽ കൂടെ നടത്തുന്നു. ഇയാൾ ആ അഭിമാനം വളരെ മാനം കെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഇയാളെ പൈസ കൊടുത്തിട്ട് ബഷീറിനെ കൊണ്ടുപോകുന്നുണ്ട്. ബഷീറിൻ്റെ പൈസ കൊടുത്തിട്ട് ഇയാൾ ഷർട്ടൊക്കെ ഇടുന്നിട്ട് പോയിട്ട് ആരും കാണാത്ത സ്ഥലത്തെത്തിയപ്പോൾ ഇയാളുടെ പോക്കറ്റിൽ നിന്ന് കുറേ പൈസകൾ എടുത്തിട്ട് ബഷീറിനോട് ചോദിക്കുന്നുണ്ട്, ഇതിലേതാണ് നിങ്ങളുടെ പൈസ? അപ്പോൾ ബഷീർ ആ പൈസ ചൂണ്ടിക്കാണിക്കുകയും ബഷീർ ആ പൈസ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അയാളോട് പറയുന്നുണ്ട് ഉള്ള പൈസയൊക്കെ എണ്ണി നോക്കാൻ പറയുമ്പോൾ പൈസ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ബഷീർ ഇയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേരെന്താണ്? അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് പേരില്ല. അപ്പോൾ ബഷീർ ചോദിക്കുന്നുണ്ട്, നിന്നെ ദയവ് എന്ന് വിളിക്കട്ടെ, ദയവ് എന്ന് വിളിക്കട്ടെ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ. അപ്പോൾ ബഷീർ പറഞ്ഞു, നിങ്ങളെയും എന്നെയും എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ. ഈ കഥ നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതാണ്, നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. ഇത് ബഷീർ എഴുതുന്നത് ബഷീറിൻ്റെ ഒരു അനുഭവമല്ല. ബഷീറിൻ്റെ പല അനുഭവങ്ങളെ ബഷീർ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം. പല അനുഭവങ്ങളെ ബഷീർ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയും ബഷീറിൻ്റെ ഒരു ശൈലിയിൽ അത് മാറ്റിപ്പണിയാണ്. കാരണം ഒരു കള്ളൻ ഇങ്ങനെ വന്നിട്ട് ചോദിക്കൂല, ഇതിലേതെൻ്റെ പൈസ ചോദിക്കൂല. വന്നിട്ട് എന്ത് ചെയ്യുള്ളൂ, നല്ല പൈസ തിന്നാൽ കൊണ്ടേക്കോ പൊയ്ക്കോ എന്ന് പറയുള്ളൂ, അല്ലാതെ ഇതിലേതാണ് എൻ്റെ പൈസ ചോദിക്കുക. അത് ബഷീർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അതുകൊണ്ടാണ് ബഷീർ ചോദിക്കുന്നത്. അതെ, അങ്ങനെ അത് ബഷീർ പോക്കറ്റ് അടിക്കാരനായി നടന്നിരുന്ന കാലത്തെ അനുഭവമാണ് ബഷീർ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പലതരം അനുഭവങ്ങളിലൂടെ കടന്നുപോയാണ് ബഷീർ. ബഷീർ അത് കഥയാക്കി മാറ്റുമ്പോൾ നമുക്കത് ഒരു സ്ഥലത്ത് നടന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് വേറെ സംശയങ്ങളില്ല ഇങ്ങനൊരു സംഭവം പറയുമ്പോൾ. പക്ഷേ ബഷീർ അവസാനം പറയുന്നുണ്ട്, കഥ നിർത്തുന്നൊരു പോയിന്റ് ഉണ്ട്. ബഷീർ ഇയാളോട് പറയുന്നു, എൻ്റെ പേര് നിങ്ങൾ ദയവ് എന്ന് വിളിക്കട്ടെ. ലോകത്ത് ഒരു മനുഷ്യനും ദയവ് എന്നാണ് പേരുണ്ടാവില്ല. പക്ഷെ ബഷീർ ഒരു മനുഷ്യനെ വിളിക്കാൻ കണ്ടെത്തുന്ന പേര് ദയവ് എന്നാണ്. ആ ദയവ് ഉണ്ടെങ്കിലേ ഒരാൾ മനുഷ്യരാവൂ എന്നാണ് ആ കഥയ്ക്ക് ഒരു മനുഷ്യൻ എന്നാണ് പേരിട്ടത്. എന്തൊക്കെ പേരിടാം? കാരണം ബഷീറിൻ്റെ കൂടെ അവിടെ ഹോട്ടലിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ചായ കുടിക്കുന്ന ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പക്ഷേ ബഷീർ ദയവുള്ള ഒരാളെ ആണ് ഒരു മനുഷ്യനായിട്ട്. അതുകൊണ്ടാണ് ബഷീർ അതിനൊരു മനുഷ്യൻ. അപ്പോൾ ഈ കഥ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതിയാ, നമുക്ക് ഒരു നല്ല കഥ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എങ്ങനെയാണ് ടൈറ്റിൽ ഇടേണ്ടത്? ആ ടൈറ്റില് കഥയിൽ എവിടെയും പറയുന്നില്ല മനുഷ്യന്മാരെ കുറിച്ചോ മനുഷ്യൻ്റെ യോഗ്യതയെ കുറിച്ച്. മനുഷ്യൻ എന്താണെന്നുള്ളത് ഒറ്റ വാക്കിൽ പറയുന്നുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളെ ദയവ് എന്ന് വിളിക്കട്ടെ, ഞാൻ നിങ്ങളെ ദയവ് എന്ന് വിളിക്കട്ടെ എന്ന് ആ പ്രയോഗം മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യൻ എന്താണെന്നുള്ളത് ആ മനുഷ്യൻ എന്ന പേരിടുന്നതിലൂടെ ബഷീർ ആ കഥയിൽ പറയുന്നതാണ്. അപ്പോൾ അതിൽ ആ ഒരു കഥ പരിശോധിച്ചാൽ തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അനുഭവങ്ങളെ കഥയാക്കാം, നമ്മുടെ ചിന്തകൾ നമുക്ക് എങ്ങനെ ഒരു കഥയിലേക്ക് കൊണ്ടുവരാം, നമ്മുടെ ആശയങ്ങൾ എങ്ങനെ ഒരു കഥയിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ ഒരു കഥക്ക് ടൈറ്റിൽ ഇടാം, എങ്ങനെ ഒരു കഥ തുടങ്ങാം, എങ്ങനെ ഒരു കഥ അവസാനിപ്പിക്കാം. അതിൻ്റെ അവസാനം ബഷീർ പറയുന്നതാണ്, നിന്നെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിന്നെയും എന്നെയും എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ. ബഷീറിൻ്റെ എല്ലാ ദാർശനിക സാധനങ്ങളും ആ കഥയിലേക്ക് പോകും. അത് ബഷീറിനത് സാധിക്കുന്നുണ്ടോണ്ടാണ് ബഷീറിൻ്റെ അനുഭവ ലോകം വളരെ വലുതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു കഥ എഴുതുമ്പോൾ ആ കഥയെ നമ്മളൊരു നമ്മളൊരു പ്രാർത്ഥന നടത്തുന്നത് പോലെ അതിലേക്ക് സമീപിക്കുകയാണെങ്കിൽ
നമുക്ക് ആ കഥയിൽ നമുക്ക് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇത്തരം ചിന്തകളിലേക്കും അല്ലെങ്കിൽ വായനക്കാരനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വായന വലുതാക്കുക എന്നുള്ളതാണ്, നമ്മുടെ വായന വിശാലാക്കുക എന്നുള്ളതാണ്, നമ്മുടെ അനുഭവം. ഇപ്പോൾ നമുക്ക് പഴയ കാലത്തുള്ള ആളുകൾക്കൊക്കെ ഉള്ള അനുഭവങ്ങളെ വലിയ അനുഭവങ്ങൾക്കുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അവരുടെ ജീവിത പരിസരം അങ്ങനെയായിരുന്നു. ഇപ്പോൾ നമുക്ക് അനുഭവങ്ങൾ കുറവാണ്. നമ്മുടെ അനുഭവങ്ങൾ കുറഞ്ഞ് നമ്മൾ സാങ്കേതിക സൗകര്യങ്ങൾ കൂടിയതോട് കൂടിയിട്ട് നമ്മുടെ അനുഭവ ലോകം കുറഞ്ഞു. നമ്മൾ ഈ സാങ്കേതിക സൗകര്യങ്ങളുടെ ഉള്ളിൽ തളക്കപ്പെട്ടു, നമ്മൾ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിലാണ് നമ്മൾ കഥയിട്ട് ചെല്ലുന്നത്. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന എഴുത്തുകാരാണ് ഒരു രചനയായിട്ട് വരുന്നത്. അപ്പം അതിൻ്റെ പരിമിതികൾ പുതിയ എഴുത്തിലുണ്ടാവും, സ്വാഭാവികം. അതിനെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ ഈ സാങ്കേതിക സംവിധാനങ്ങളെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്നല്ലാതെ. ഇപ്പോൾ നമ്മൾ AI കുറിച്ച് പറയുമ്പോൾ AI എഴുത്തിനെ കുറിച്ച് പറയുന്നത്, AI എഴുത്തിൽ ഇപ്പോൾ നമുക്കൊരു കഥ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഥയെക്കുറിച്ച് നമുക്ക് വേണ്ട ആശയങ്ങളും സാധനങ്ങളും നമ്മൾ പ്രോംപ്റ്റായിട്ട് AI കൊടുത്തു കഴിഞ്ഞാൽ AI വളരെ വൃത്തിയായിട്ടൊരു കഥ ഉണ്ടാക്കി തരും. നമുക്ക് ഒരു കവിത, ഒരു വിഷയം പറഞ്ഞിട്ട് എങ്ങനെ ചെയ്തു കൊടുത്താൽ അതിന് വൃത്തിയായിട്ട് നമുക്കൊരു കവിത ഉണ്ടാക്കാൻ പറ്റും, ലേഖനം ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് ചിത്രം വരക്കാൻ പറ്റും. ഞാൻ എൻ്റെ പുഴക്കുട്ടി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വരച്ചത് AI ഉപയോഗിച്ചുള്ള ചിത്രമാണ്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾക്കിടയിലാണ് നമ്മൾ ഈ എഴുതുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ എഴുത്ത് മത്സരിക്കുന്നത് ഇത്തരം രചനകളോടുകൂടിയാണ്. AI അതേപോലെ AI ഉപയോഗിച്ച് കഥ അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതുന്ന ആളുകളെ എനിക്കറിയാം. കാരണം ഇവരെന്ത് ചെയ്യും, ഈ കഥ ഇപ്പം നമുക്ക് ഒരു കഥയുടെ ആശയം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ AI നമുക്കൊരു കഥ തരും. ആ കഥ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു കഥയെ നല്ല കഥയ്ക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ലേഖനങ്ങൾ എഴുതുന്ന ലേഖനത്തിന് നമുക്കൊരു വിഷയം കൊടുത്തു കഴിഞ്ഞാൽ ആ ലേഖനത്തിൽ കിട്ടും. ആ ലേഖനം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്തൊന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഒന്നാം തരം ലേഖനമാക്കി മാറ്റാൻ പറ്റും. ചിത്രങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എഡിറ്റർമാർ, ഡിസൈനർമാർ അവരുടെ ഡിസൈനിങ് സൗകര്യത്തിന് വേണ്ടി AI ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഉള്ളൊരു പരിമിതി ഞാൻ ഈ പറഞ്ഞതാണ്. എന്താണ്, AIക്ക് അനുഭവ പരിസരമല്ല. AIക്കുള്ളത് എന്താണ്, AIക്കുള്ളത് വിവരങ്ങളാണ്. ഒരുപാട് വിവരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ AIയുടെ ഇതിലുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് പരിശോധിച്ച് അതിൽ നിന്നുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് പുതിയൊരു ചിത്രം ഉണ്ടാക്കി തരിക ചെയ്യാം. അല്ലാതെ ഒരു ക്രിയേറ്റീവായിട്ട് വേറൊരു ചിത്രം വരയ്ക്കാൻ പറ്റില്ല. ഒരു കഥ ഈ AI രൂപപ്പെടുന്നത് AIക്ക് കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചാണ് AI പ്രവർത്തിക്കുക. പക്ഷെ അതിനെ മറികടക്കാൻ ആർക്കേ പറ്റുള്ളൂ, ഭാവനുള്ള ആളുകൾക്കേ പറ്റുള്ളൂ. ഭാവനയില്ല, AIക്ക് ഭാവനയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നിങ്ങൾ AI വളരെ ഈ ChatGPT ഒക്കെ വന്ന സമയത്ത് എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും AI പതിപ്പിറക്കിയിരുന്നു. ആ AI പതിപ്പിൽ AI തയ്യാറാക്കിയ യാത്രാ വിവരണം ഉണ്ട്, AI തയ്യാറാക്കിയ കഥ ഉണ്ട്, AI തയ്യാറാക്കിയ കവിത ഉണ്ട്, AI തയ്യാറാക്കിയ. പക്ഷേ അതിലൊരു രചന പോലും നമ്മളാരും ചർച്ച ചെയ്തിട്ടില്ല അല്ലേ. AI തയ്യാറാക്കിയ കവിതകൾ കുറേ വന്നു. ആ കവിതയിൽ ഒരു കവിത ഇപ്പം നമ്മൾ ഈ ശൈലൻ്റെ കവിതനെ കുറിച്ച് പറയുന്ന പോലെ, ഇവിടെ നമ്മളെ ഷൗക്കത്താക്കാൻ്റെ കവിതനെ കുറിച്ച് പറയുന്ന പോലെ, നമ്മളിങ്ങനെ അല്ലെങ്കിൽ കഥയെക്കുറിച്ച് ഓരോരുത്തരുടെ കഥയെക്കുറിച്ച് പറയുന്നത് പോലെ AI റെഡിയാക്കി AI തന്ന ഒരു കഥയെക്കുറിച്ചോ കവിതയെക്കുറിച്ചോ ഇന്നാരും ചർച്ച ചെയ്തിട്ടില്ല. കാരണം എന്താ, അതിൽ ഈ ഒരു പരിമിതി ഉണ്ട്. എന്താണ് ആ പരിമിതി? അത് ഇതാണ്, ഭാവനയുടെ പരിമിതിയുണ്ട്, അനുഭവ തലത്തിൻ്റെ പരിമിതിയുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാന്നുള്ളത് നമ്മളിപ്പോഴും യാന്ത്രികമായിട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എഴുത്തും AIയുടെ എഴുത്തും തമ്മിൽ വ്യത്യാസമല്ല. കാരണം എന്താ, നമ്മളിങ്ങനെ വിവരങ്ങൾ ശേഖരിക്കുന്നു, ആ വിവരങ്ങൾ വെച്ചിട്ട് നമ്മളൊരു കഥ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ആ വിവരങ്ങൾ ശേഖരിച്ചിട്ട് ആ വിവരങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വിവരങ്ങൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു കഥ എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. നമ്മളത് വായിക്കാതെ വെച്ചിട്ട് നമ്മളൊരു കഥ ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊരു വിവരണം ആ രീതിയിലേക്ക് മാറണം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാനതാ പറഞ്ഞു, നമ്മളിതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ്
ഇപ്പം നമ്മളൊരു സംഭവത്തെ കുറിച്ച് എഴുതുമ്പോൾ ആ സംഭവത്തിന് സാക്ഷിയായ ആളുകളോട് സംസാരിക്കുന്നതും അത് സംഭവം വിവരിക്കുന്ന ഒരു പുസ്തകം വായിക്കുന്ന വ്യത്യാസം. അപ്പോൾ പുസ്തക വായനയും ആളുകളോടുള്ള സംസാരവും ആ രീതിയിലുള്ള ഇടപെടലൊക്കെ നമുക്കുണ്ടാകുമ്പോഴാണ് പുതിയ തരത്തിൽ നമുക്ക് അനുഭവങ്ങൾ വികസിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ അനുഭവങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എഴുത്തിൻ്റെ സ്വഭാവം മാറും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇടയ്ക്ക് ആദ്യത്തെ 2-3 കഥയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെക്കായി പോകും. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ വിശാലമായ വായനയിലേക്ക് വരണം. അപ്പോൾ ഏറ്റവും പ്രധാനം വായന തന്നെയാണ്. അപ്പോൾ നമ്മൾ ട്രെൻഡുള്ള പുസ്തകം വായിക്കാതെ നമ്മൾ നല്ല പുസ്തകങ്ങൾ, നമ്മൾ എഴുത്തുകാരനാണ്, നമ്മളൊരു സാധാരണ വായനക്കാരനല്ല, ഒരു എഴുത്തുകാരനായ വായനക്കാരനാണ്. എഴുത്തുകാരനായ വായനക്കാരൻ എന്നുള്ളവർക്ക് നമ്മൾ കണ്ടെത്തേണ്ട പുസ്തകവും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട പുസ്തകങ്ങളും നമ്മുടെ എഴുത്തിനു കൂടി പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നല്ല ഭാഷയിൽ എഴുതിയ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. നല്ല കഥകൾ, നല്ല എഴുത്തുകാർ എഴുതിയ രചനകൾ നമ്മൾ വായിക്കണം. അങ്ങനെ നമ്മുടെ വായന എന്തെങ്കിലും വായിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ വായന ഒന്നുകൂടി മികച്ച വായനയാക്കി മാറ്റേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം സാധാരണ നമ്മളൊരു എഴുതി തുടങ്ങുന്ന ആൾ വായിക്കുന്നത്, ഇപ്പം നിങ്ങൾ എഴുതി കുറേയൊക്കെ കഥകളും കവിതകളൊക്കെ എഴുതിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ആ തലത്തിൽ നിങ്ങളുടെ വായനയെ വിപുലപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വിപുലപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ രചനയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ അങ്ങനെ വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് മലയാളത്തിന് 5 മാർക്ക് ചെയ്യുന്നു. മലയാളത്തിന് 5 മാർക്ക് കിട്ടിയിട്ട് ഞാൻ ആ 5ൻ്റെ അപ്പുറത്ത് നമ്മൾ ഈ ചോക്കപ്പൊടി പെൻസിലാണ് പെൻസിലുണ്ട്, ഇതിൻ്റെ ചോക്ക് പോലെ ആയിരിക്കും, അതിൻ്റെ അപ്പുറത്ത് ഞാൻ 0 ഇട്ടു. എന്നിട്ട് ടീച്ചർ ഇങ്ങനെ പേര് വിളിക്കുക ചെയ്യുക. 4ാം ക്ലാസ്സിലുള്ള സ്ലേറ്റാണ്. നമ്മൾ ടീച്ചർ ഇങ്ങനെ പേര് വിളിക്കുമ്പോൾ സ്ലേറ്റ് ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കും. സ്ലേറ്റ് പൊന്തിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് 50 മാർക്ക്. ടീച്ചറിന് അന്തം വിട്ട്. ടീച്ചർ എന്നെ വിളിച്ചിട്ട് എനിക്ക് എത്ര മാർക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ ഒരു 0 ഇട്ടീന് എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. അതാണ് 0ൻ്റെ വില എന്ന് പറയുന്നത്. 0ന് വില ഉണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ 0 പക്ഷെ ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞില്ലല്ലോ, വീട്ടിൽ പോയിട്ട് എനിക്ക് 50 മാർക്ക് എന്നാണ് പറഞ്ഞില്ല. പക്ഷെ എനിക്ക് മലയാളത്തിന് 5 മാർക്കുള്ളായിരുന്നു. പക്ഷേ അത് നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. കാരണം നമ്മളെ ഈ നാട്ടിലൊക്കെ പുറത്തുനിന്ന് വരുന്ന അധ്യാപകരാണ് കൂടുതലുണ്ടാവുക. അവർ ഏറ്റവും കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കുന്നതാണോ നമ്മളെ ഭാഷ നന്നാക്കാനാണ്. നമ്മൾ കജ്ജി പജ്ജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അല്ലേ. അപ്പം അങ്ങനെ അത് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല, അത് ശരിയല്ല, അതല്ല മലയാളം എന്നുള്ളത് നമ്മളങ്ങോട്ട് ഇടങ്ങറാക്കി നമുക്കിനെ തോന്നാം ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ മലയാളം അല്ലേ. അപ്പോൾ പക്ഷെ ഞാനെന്നിട്ട് ഈ ടീച്ചർമാരൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കും. ഞാൻ വീട്ടിൽ പോയിട്ട് ശുദ്ധ മലയാളത്തിൽ സംസാരിക്കും. അങ്ങനെ പറയാം, ശുദ്ധ മലയാളത്തിൽ സംസാരിക്കും. ഉമ്മയില്ല, എനിക്കെന്താ പിരാന്തായിക്കണോ. അപ്പോൾ ഉമ്മാക്ക് നമ്മളീ പറയുന്നത് ഉമ്മാൻ്റെ ഭാഷയല്ല. പക്ഷെ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഭാഷയിലുള്ള വൈവിധ്യങ്ങളുണ്ട്. ആ വൈവിധ്യങ്ങൾ കൂടി അടങ്ങിയതാണ് മലയാള ഭാഷ എന്ന് മനസ്സിലാക്കാത്ത ഒരു മലയാളം അധ്യാപിക അല്ലെങ്കിൽ മലയാള അധ്യാപകൻ കുട്ടികളെ പഠിപ്പിച്ചാൽ പ്രശ്നമാണ്. 5 മാർക്ക് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ പക്ഷേ ഞാൻ ഇതിനെ മറികടന്നത് വായനയിലൂടെയാണ്. നമ്മുടെ നാട്ടിൽ എനിക്കറിയാം, നമ്മൾ ഇരിക്കുന്നത് ലൈബ്രറീൻ്റെ മുന്നിലാണ്. ഇത് നമ്മളെ ഗിരീഷ് മാഷ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓർമ്മക്ക് ഉണ്ടാക്കിയ സ്കൂളിന് വേണ്ടി സംഭാവന ചെയ്തൊരു ലൈബ്രറിയാണ്. ഈ ലൈബ്രറിയിൽ ഇരുന്നിട്ട് നമ്മളിവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന നിൻ്റെ നാട്ടിൽ ഞാൻ ലൈബ്രറി ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ നാട്ടിൽ എവിടെയും ലൈബ്രറി ഇല്ല, എൻ്റെ ചുറ്റുവട്ടത്തില്ല, കാളികാവ് ലൈബ്രറി ഇല്ല. പക്ഷെ നമുക്ക് വായിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ വായിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ പുസ്തകങ്ങൾ തേടി പിടിക്കുകയും വായിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം ചെറുപ്പത്തിൽ തന്നെ ഞാൻ എഴുതാറുണ്ട്, വരയ്ക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എഴുതി വെച്ച കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഈ എഴുതി തുടങ്ങുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും ഞാൻ എഴുതി കഴിയുമ്പോൾ ഇതൊരു വലിയ സംഭവമായി അല്ലേ, ഒരു മികച്ച കഥയാണ്. നമ്മളിത് നമ്മുടെ വീട്ടിൽ വിരുന്ന് വരുന്ന ആളുകൾക്ക് വായിക്കാൻ കൊടുക്കും, സ്കൂളിലെ കൂട്ടുകാർക്കൊക്കെ വായിക്കാൻ കൊടുക്കും. അപ്പോൾ അവരൊക്കെ നല്ല സംഭവം അഭിപ്രായമൊക്കെ പറയും. പക്ഷേ പിന്നെ നമ്മളിവിടുന്ന് പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കോഴിക്കോട് എത്തിയപ്പോൾ കോഴിക്കോട് കുറച്ചും കൂടി വായനക്കുള്ള സൗകര്യങ്ങൾ കൂടുതലാണ്. സമയം പറയുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ വായനയുടെ സാഹചര്യങ്ങൾ കൂടുതൽ അവിടെ മാനേജറിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ചെറിയ പൈസക്ക് ബുക്കൊക്കെ കിട്ടും.
ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട പൈസ പോലും ബുക്കൊക്കെ വാങ്ങി വാങ്ങി. അപ്പോൾ ഈ വായന ഇങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മൾ ഇതുവരെ എഴുതിയതൊന്നുമല്ല എഴുത്ത്. പക്ഷെ നമ്മൾ എഴുതിയതിൽ ഒരു കഥ ഉണ്ടായിരുന്നു, പക്ഷെ ആ കഥ എഴുതേണ്ടത് അങ്ങനെയല്ല എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞത് നമ്മൾ വായന കുറച്ചും കൂടി വിശാലമായപ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വായന കുറച്ചും കൂടി വിശാലമാവേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അനുഭവങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളിതിൽ പറഞ്ഞത് കഥ പറയുമ്പോൾ എന്നാണ്, കഥ പറയാനുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കഥ വായിക്കുമ്പോൾ ഒരാൾ നമുക്ക് കഥ പറഞ്ഞു തരുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലേ നമുക്കത് ആസ്വാദികരാകും. അപ്പം നമ്മൾ എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനിതൊരു കഥ പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആ കഥ കുറച്ചും കൂടി നല്ലതാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി സൈലൻ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇതിലൊരു സുഖം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പരിചയക്കാരാണ്. ഒരു ക്യാമ്പിൻ്റെ ഒരു ഇതിലല്ല നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാനും ഇടപെടാനും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ക്യാമ്പിനെ നിങ്ങൾ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. ഞാനൊരു കഥ പറഞ്ഞു നിർത്താം. നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കും. ഒരു പട്ടാളക്കാരൻ്റെ കഥയാണ്, ചെറിയ കഥയാണ്. അപ്പോൾ നമ്മളിപ്പോൾ യുദ്ധമൊക്കെ നടക്കുന്ന സമയമാണല്ലോ. അപ്പോൾ പട്ടാളക്കാരൻ, ഇപ്പോൾ നമ്മൾ ഇവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു പട്ടാളക്കാരൻ്റെ ഒരു വാർത്ത വന്നിരുന്നു. അയാൾക്ക് ലീവ് അനുവദിച്ചിട്ട് അയാൾ ലീവിനിടയ്ക്ക് അയാൾക്ക് കല്യാണം കഴിച്ചാൽ അന്ന് തന്നെ മൂപ്പർക്ക് യുദ്ധത്തിന് വേണ്ടി വന്നു. അത് ലീവ് കഴിഞ്ഞു, കാരണം കല്യാണം കഴിഞ്ഞ് മൂപ്പർ എന്ത് ചെയ്യണം, അവിടെ പോകേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ പട്ടാളക്കാർക്ക് അങ്ങനെയാണ്. പട്ടാളക്കാർക്ക് പിന്നെ ഇങ്ങനെ നമുക്ക് ലീവ് എടുക്കുന്ന പോലെ ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു പട്ടാളക്കാരുണ്ടായിരുന്നു, പഴയ കാലത്തൊരു കഥയാണ്. അപ്പോൾ ഈ പട്ടാളക്കാരൻ ഇതേപോലെ കല്യാണം കഴിക്കാൻ വേണ്ടി അയാളുടെ അമ്മ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് കല്യാണം കഴിക്കാൻ ലീവ് ഇട്ടാത്തതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് സമയം കിട്ടിയ സമയത്ത് ഇയാൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചൊരു 3-4 മാസം ഇവരെ ഒന്നിച്ച് ജീവിച്ചു. ആ സമയത്ത് ഇവിടെ അതിർത്തിയിൽ യുദ്ധം തുടങ്ങി. ഇയാൾക്ക് പിന്നെ കമ്പി വന്നു, ഇയാൾക്ക് ടെലഗ്രാം വന്നു, എത്രയും പെട്ടെന്ന് ജോലിയിൽ പോയി. ഇയാളങ്ങനെ ജോലിക്ക് തിരിച്ചു പോകാൻ നിൽക്കുക. പക്ഷേ ഇയാൾക്ക് പോകുന്ന സമയത്ത് ഇയാൾക്കൊരു സങ്കടമുള്ളത് ഇയാളുടെ ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങളോ കൊല്ലങ്ങളോ കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിപ്പോകില്ല. അപ്പോൾ ഇയാൾക്ക് പോകുമ്പോൾ ഇയാളുടെ മനസ്സിലുള്ളൊരു വേവലാതി ഇയാളുടെ ഭാര്യയെക്കുറിച്ചുള്ളൊരു വേവലാതിയാണ്. ഇയാളുടെ ഭാര്യ ഗർഭിണിയാണ്, അമ്മക്ക് പ്രായമായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കൂടെ ഇയാൾ ഉണ്ടാവില്ല എന്നൊക്കെയുള്ളൊരു വേവലാതി കൂടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ അയാൾ തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോയി. ഈ ജോലി സ്ഥലത്തേക്ക് വളരെ ദീർഘമായ യാത്ര ഉണ്ട്, ട്രെയിനിലാണ് പോവുക. ഇന്നത്തെ അതേപോലെ യാത്രാ സൗകര്യങ്ങളില്ലാത്തൊരു സമയമാണല്ലോ, ദീർഘമായ യാത്ര ഉണ്ട്, ദിവസങ്ങൾ നീണ്ട യാത്ര. അങ്ങനെ ഇയാൾ അവിടെ ജോലി സ്ഥലത്തെത്തി. ഇയാൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഈ യുദ്ധം നടക്കുന്നതിനിടയ്ക്ക് പിന്നെ ഇടയ്ക്കുള്ള ഒഴിവ് സമയങ്ങളുണ്ടാവും. ആ സമയത്തൊക്കെ ഇയാളുടെ മേലുദ്യോഗസ്ഥന് അപേക്ഷ കൊടുക്കും, എനിക്ക് ലീവ് വേണം, എനിക്കൊന്ന് വീട്ടിൽ പോയി, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, എൻ്റെ അമ്മക്ക് പ്രായമായിട്ടുണ്ട്, എനിക്കൊന്ന് പോയി വരണം. ഇയാൾക്ക് ലീവ് അനുവദിക്കാൻ പറ്റില്ല, യുദ്ധം നടക്കുന്ന സമയത്ത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഇയാൾ എപ്പോഴും ഇങ്ങനെ ഒഴിവുള്ള സമയത്തൊക്കെ ഇരുന്നിട്ട് ഇയാളുടെ ഭാര്യയെക്കുറിച്ച് ആലോചിക്കും, ഇയാളുടെ അമ്മയെക്കുറിച്ച് ആലോചിക്കും, ഇയാളുടെ ഭാര്യയുടെ ഗർഭകാലത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. ഇങ്ങനെ ഇപ്പോൾ എത്ര മാസമായിട്ടുണ്ടാവും. അങ്ങനെ ഇയാളുടെ ഭാര്യ പ്രസവിച്ചിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണെന്ന് അറിയില്ല. പക്ഷെ ഇയാൾ ഒരു കുട്ടിയുടെ മനസ്സിലിങ്ങനെ കാണുന്നുണ്ട്. ഇയാൾക്ക് അങ്ങനെ മനസ്സിലൊരു കുട്ടിയെ താലോലിച്ചുകൊണ്ടൊക്കെയാണ് ഇയാൾ ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ യുദ്ധം ഏകദേശം ശാന്തമായ സമയത്ത് ഈ മേലുദ്യോഗസ്ഥൻ ഇയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ലീവ് അനുവദിച്ചിട്ടുണ്ട്, വീട്ടിൽ പോയി വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇയാൾ പോയിട്ട് ഈ ലെറ്റർ വാങ്ങി നോക്കിയപ്പോൾ ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇയാളെ വീട്ടിലേക്ക് പോയിട്ട് വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ദിവസം കൂടി കണക്കൂട്ടി കഴിഞ്ഞാൽ ഒറ്റ ദിവസം വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ. ഇയാൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇത്രയും ദിവസം കാത്തു നിന്നിട്ട് ഒറ്റ ദിവസത്തെ ലീവേ ഉള്ളൂ. കാരണം വീട്ടിൽ പോയിട്ട് ഒരു ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. ഇയാളുടെ ഭാര്യയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഇയാളുടെ കുട്ടിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഇയാളുടെ അമ്മയെ കാണണം, അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കണം. പക്ഷെ അതിനൊന്നും സമയമില്ല. ഇയാൾ ഈ ലീവ് കുറച്ചും കൂടി നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തു, പക്ഷെ നീട്ടി കിട്ടില്ല. അപ്പോൾ ഇനി കിട്ടിയ ലീവ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, അപ്പം തന്നെ ട്രെയിനിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോകും. ഇയാൾക്ക് ഈ ട്രെയിനിൽ ഇരിക്കുമ്പോഴൊക്കെ ഇയാളുടെ ഭാര്യയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്,
കുട്ടി പ്രസവിച്ച കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണെന്നറിയില്ല. ഇയാൾ കയറി ചെല്ലുമ്പോൾ ഇയാളെ തിരിച്ചറിയാമെന്നറിയില്ല. ഇയാളുടെ അമ്മയുടെ അവസ്ഥ എന്താണെന്നറിയില്ല. അപ്പോൾ ഇയാളിതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇയാൾ ചെല്ലുന്ന സമയത്ത്, സാധാരണ ഇയാൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇയാളുടെ അമ്മ ഇയാൾക്ക് വേണ്ടി ഭക്ഷണങ്ങൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇയാൾ ട്രെയിനിലിരിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിന് തീരെ വേഗത ഇല്ലാന്ന് ഇയാൾക്ക് തോന്നുന്നു. അങ്ങനെ കുറേ സമയം ഇരുന്ന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് അയാളുടെ വീടിന് അടുത്ത് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ അയാൾ ബാഗൊക്കെ എടുത്തിട്ട് ഡോറിൻ്റെ അടുത്ത് വന്നു. ഈ ട്രെയിന് ഇയാളുടെ വീടിൻ്റെ അടുത്ത് ഉള്ള സ്റ്റേഷനിൽ നിർത്തിയതും ഇയാൾ ഇറങ്ങിയിട്ട് ഓടുകയാണ് വീട്ടിലേക്ക് ഒരു ഇടവഴിയാണ്. ആ ഇടവഴിയിലൂടെ ഇങ്ങനെ ഓടുകയാണ്. ഇയാൾ സാധാരണ വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഓടുന്ന സമയത്ത് ഇയാളുടെ അമ്മയെ വിളിച്ചിട്ട്, അമ്മയെ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചത്തിൽ വിളിച്ചിട്ടാണ് പോയ. അതേ രൂപത്തിൽ ഇയാൾ വിളിച്ചു പറഞ്ഞിട്ടാണ് ഓടുന്നത് വീട്ടിലേക്ക്. ഇയാളുടെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ സാധാരണ ഇയാളുടെ അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വരാറുണ്ട്. ഇയാൾ ഓടി ചെന്നിട്ടും ആരും കാണില്ല വീടിൻ്റെ പുറത്ത്. ഇയാളുടെ ബാഗൊക്കെ പുറത്ത് വെച്ചിട്ട് ഇയാൾ വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് വീടിന് മുന്നിൽ കുറച്ച് മണ്ണിങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അവിടെ ചെറിയ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാൾ വീടിനകത്തേക്ക് കയറിയിട്ട് ഇയാളുടെ ഭാര്യയെ വിളിച്ചു. ഭാര്യ വിളി കേൾക്കുന്നില്ല. അയാൾ ഓരോ മുറിയിലും കയറിയിട്ട് ഇയാളുടെ ഭാര്യയെയും അമ്മയെയും തിരക്കാം. പക്ഷെ ഒരു അനക്കവും ഇല്ല വീടിനകത്ത്. അങ്ങനെ ഇയാൾ അവസാനത്തെ മുറി എന്ന് പറയുന്നത് അടുക്കളയാണ്. അടുക്കളയിൽ ചെന്നപ്പോൾ അടുക്കളയിലുണ്ട് ഇയാളുടെ അമ്മ എന്തോ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുക. ഈ അമ്മയുടെ ഒക്കത്തൊരു കുട്ടിയുണ്ട്. പക്ഷെ അമ്മ ഇയാൾ വന്നത് അറിഞ്ഞിട്ടില്ല. ഇയാൾ ഈ അമ്മയുടെ ബാക്കിലൂടെ പോയിട്ട് അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, അമ്മ ഞാൻ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ തിരിഞ്ഞു നോക്കിയിട്ട്, മോനെ എത്ര കാലമായി ഈ പോയിട്ട്, എന്താ ഇത്രയും ദിവസങ്ങൾ? പക്ഷേ സാധാരണ അമ്മയുടെ മുഖത്ത് കാണുന്ന സന്തോഷമൊന്നുമില്ല. അമ്മ കരയാൻ തുടങ്ങിയപ്പോൾ ഇയാൾ ചോദിച്ചു, എന്താ അമ്മയ്ക്ക് അറിയുന്നത്? അമ്മ പറഞ്ഞു, മോനെ നിൻ്റെ ഭാര്യ പ്രസവത്തിനിടക്ക് മരിച്ചുപോയി. നിനക്ക് 2 കുട്ടികൾ, ഇരട്ട കുട്ടികളാണ്. ഒരു കുട്ടിയാണ് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു കുട്ടിയാണ് ഈ അമ്മയുടെ ഒക്കത്തുള്ളത്. ഇയാൾ തളർന്നുപോയി. കാരണം ഇത്രയും ദിവസം കാത്തിരുന്നത് ഇയാളുടെ ഭാര്യയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട്, അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരിക്കലും ഇയാൾ മനസ്സിൽ ഓർത്തിട്ടില്ല ഇയാളുടെ ഭാര്യ മരിച്ചു പോകുമെന്ന് ഇയാൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇയാൾക്ക് സഹിക്കാൻ പറ്റാതെ ഇയാൾ അവിടെ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അമ്മ ഇയാളെ ആസ്വദിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ അമ്മക്ക് ഇയാളെ ആസ്വദിപ്പിക്കാൻ കഴിയുന്നില്ല. ഇയാൾ വിങ്ങിപ്പൊട്ടിക്കരയാണ്. ആ കരച്ചിലിടയ്ക്ക് അമ്മ പറഞ്ഞു, മോനെ നീ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ നാളെ രാവിലെ പോകും, ഒരു ദിവസത്തെ ലീവുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ എനിക്ക് പ്രായമായി, എനിക്ക് എൻ്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ തിരിച്ചു പോകുന്ന സമയത്ത് ഈ കുട്ടികളെ നീ കൊണ്ടുപോകണം. കാരണം ഇനി നീ പോയി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരാമെന്ന് പറയാൻ പറ്റില്ല. അത്രയും കാലം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുട്ടികളെ നോക്കാൻ ആളില്ല. അതുകൊണ്ട് നീ തിരിച്ചു പോകുന്ന സമയത്ത് ഈ കുട്ടികളെ കൊണ്ടുപോകണം. ഇയാൾ പറഞ്ഞു, അമ്മ ഞാൻ യുദ്ധസ്ഥലത്തേക്കാണ് പോകുന്നത്, കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ അമ്മ പറഞ്ഞു, വേറെ നിവൃത്തിയില്ല. കാരണം എന്താണ്, എനിക്ക് പ്രായമായിട്ടുണ്ട്, എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, എൻ്റെ കേൾവി നഷ്ടപ്പെട്ടു, ഈ കുട്ടികളെ നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഭാവി എന്താവുന്നുള്ളത് എനിക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഇയാൾ രാവിലെ കുട്ടികളെ കൊണ്ടിട്ട് തിരിച്ചു പോകാൻ. ട്രെയിനിൽ ദിവസങ്ങൾ നീണ്ട യാത്ര ഉണ്ട്. ഇയാൾ അവിടെ ട്രെയിനിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയും അങ്ങനെയുള്ളൊരു യാത്രയാണ്. ആ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അവിടെ ചില ആളുകൾക്ക് ഈ കോളറ രോഗമുണ്ട്. ഈ കോളറ ട്രെയിനിലുള്ള ആളുകളിൽ ഇങ്ങനെ പടരാൻ തുടങ്ങി. ഇങ്ങനെ പടർന്നിട്ട് പല ആളുകളും മരിക്കുന്നുണ്ട്. മരിക്കുന്ന ആളുകൾ ഈ ട്രെയിൻ ഇങ്ങനെ പോകുന്ന സമയത്ത് കാട് കാണും. അപ്പോൾ ആ കാട്ടിലേക്ക് എടുത്ത് വലിച്ചെറിയും. അല്ലെങ്കിൽ നദികൾ കാണുമ്പോൾ നദിയിലേക്ക് എടുത്തു. വേറെ വഴിയില്ല. അങ്ങനെ ഇത് പോകുന്നതിനിടയ്ക്ക് ഈ കുട്ടികളിൽ ഒരാൾക്ക് കോളറ ബാധിക്കുകയും ഒരു കുട്ടി മരിക്കുകയും ചെയ്തു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഇയാൾ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇത്രയും ദിവസം കാത്തിരുന്നിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രമേ കുട്ടികളെ കൂടെ ചെലവഴിക്കാൻ പറ്റുള്ളൂ. ഭാര്യ മരിച്ചുപോയ സങ്കടം സഹിക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഈ കുട്ടിയെ കൂടി മരിച്ചു. ഇയാളിങ്ങനെ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക. ആളുകൾ ഇയാളെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, നമ്മുടെ കുട്ടി മരിച്ചുപോയി, ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി നമുക്ക് കുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താണ്, കുട്ടി മരിച്ചുപോയി, ഇനി നമുക്ക് ചീഞ്ഞ് മണം തുടങ്ങും, രോഗം ഇവിടെ എല്ലാവർക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരിലേക്ക് രോഗം പടരും, ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുട്ടിയെ നമ്മുടെ വഴിയിൽ ഉപേക്ഷിക്കണം. ഇയാൾ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയില്ല, കാരണം എൻ്റെ കുട്ടിയെ എനിക്ക് വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല, ഞാൻ എനിക്ക് കാട്ടിലേക്ക് ഇങ്ങനെ വലിച്ചെറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ പുഴയിലേക്ക് ഇടാൻ കഴിയില്ല. ആളുകൾ പറഞ്ഞു അതൊക്കെ ശരിയാണ്, പക്ഷേ വേറെ വഴിയില്ല. കുട്ടി എന്ത് ചെയ്യണം, നമ്മൾ പോകുന്ന വഴിക്ക് പുറത്തേക്ക് ഇടണം.
ഇയാളെ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയില്ല, ഇയാൾ ഈ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയാം. അങ്ങനെ ആളുകൾ വയലൻ്റാവാൻ തുടങ്ങി. ആളുകൾ പറഞ്ഞു എന്നോട് ഇത്രയും ഞങ്ങൾ നല്ലതൊക്കെ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല, നമുക്ക് അവസരം ഇനിയില്ല. കാരണം നമ്മൾ ടൗണിലേക്ക് കിടക്കുകയാണ്, നമ്മളെ ഈ ട്രെയിന് ടൗണിലേക്ക് കിടക്കുക. ടൗണിലേക്ക് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആൾ താമസമുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവസാനത്തെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ പോകും, ആ സമയത്ത് കുട്ടിയെ വെള്ളത്തിലേക്ക് ഇടണം, പുഴയിലേക്ക് ഇടണം. ഇയാൾ പറഞ്ഞതിനെ കൊണ്ട് കഴിയില്ല. ആളുകൾ പറഞ്ഞു വേറെ വഴിയില്ല. ആളുകളെല്ലാവരും ഇയാളെ ഉന്തി തള്ളി ഡോറിൻ്റെ അടുത്ത് വന്നു നിന്നു. ഈ ട്രെയിന് പാലത്തിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ ആൾക്കാർ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ കയറി, ഇനി നമുക്ക് സമയമില്ല, പെട്ടെന്ന് കുട്ടിയെ പുറത്തേക്കിട്. ഇയാൾ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയില്ല. ട്രെയിന് പാലത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ പറഞ്ഞു നമ്മൾ നടുവിലെത്തി, ഇനി നമുക്ക് അവസരമില്ല, അതുകൊണ്ട് ഈ കുട്ടീനെ ഉപേക്ഷിക്കണം. ഇയാൾ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയില്ല. ഈ ട്രെയിന് പാലം കടക്കാനായപ്പോൾ ആളുകൾ പറഞ്ഞു ഇനി നീ കുട്ടിയെ ഉപേക്ഷിച്ചില്ലെങ്കിൽ നിന്നെയും കുട്ടിയെ എടുത്ത് ഞങ്ങൾ വെള്ളത്തിൽ വിടും. അങ്ങനെ അവസാനം ഇയാൾ നിവൃത്തിയില്ലാതെ ഈ കുട്ടിയെ വെള്ളത്തിലേക്ക് ഇട്ടു. എന്നിട്ട് ഇയാൾ സങ്കടത്തോടുകൂടി പൊട്ടിക്കരഞ്ഞിട്ട് ഇയാളുടെ സീറ്റിലേക്ക് പോയിരുന്നു. അവിടെ ഒരു കുട്ടി കിടക്കുന്നുണ്ടല്ലോ, ആ കുട്ടിയെ ഇയാൾ മടിയിൽ വെച്ചിട്ട് കരയാണ്. അങ്ങനെ ഈ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് ആൾക്ക് സഹിക്കാൻ കഴിയാത്ത സങ്കടത്തോടു കൂടി അയാളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടക്കാണ് അയാൾ ശ്രദ്ധിച്ചത് ഇയാളെ ചേർത്ത് പിടിച്ച കുട്ടി തണുത്ത് വിറങ്ങലിച്ച് പോയിട്ടുണ്ട്. ഇയാൾ വെപ്രാളത്തിനിടക്ക് എടുത്ത് പുറത്തേക്കിട്ടത് ജീവനുള്ള കുട്ടിയാണ്. മരിച്ച കുട്ടി അവിടെ തന്നെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കഥ ആരെഴുതിയാന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ പല ആളുകൾ പറഞ്ഞ് കേട്ട കഥയാണ്. ആൻ്റൺ ചെക്കോവിൻ്റെ ഒരു കഥയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ആ കഥ എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ പറയണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് എഴുതുക. ഓക്കെ, എല്ലാ ആശംസകളും.